നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള തങ്ങളുടെ പ്രാഥമിക സ്ക്വാഡ് ലിസ്റ്റ് കാർലോ ആഞ്ചലോട്ടി ഫിഫക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഒഫീഷ്യലായിട്ട് സംഗതി അവർ പുറത്ത് വിട്ടില്ല. ചില രാജ്യങ്ങൾ പുറത്ത് വിട്ടു, ചില രാജ്യങ്ങൾ പുറത്ത് വിട്ടില്ല. അതൊക്കെ ഓരോ കോച്ചുമാരുടെ രീതിയാണ്. അപ്പോൾ അതിലെന്തായാലും നെയ്മർ ഉണ്ട്. ഈ 55 അംഗ ലിസ്റ്റിൽ നെയ്മർ ഉണ്ട് എന്ന് കൺഫേം ചെയ്ത് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോബോ ഉദ്ധരിച്ചുകൊണ്ട് ഇറ്റലിക്കാരനായിട്ടുള്ള ജേർണലിസ്റ്റ് ഫബ്രീസിയോയും പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ബ്രസീലിയൻ വാർത്തകൾ ഗ്ലോബോ പറഞ്ഞാൽ പിന്നെ അതൊക്കെയാണ്, അതിനപ്പുറത്തേക്ക് പിന്നെ വേറെ സ്ഥിരീകരണം വേണ്ട. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിശ്വാസമാണെങ്കിൽ ഫബ്രീസിയോ ഗ്ലോബോയിൽ നിന്ന് എടുത്ത് അദ്ദേഹത്തിൻ്റെ വാളിൽ അത് പോസ്റ്റ് ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹവും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഏതായാലും ഫബ്രീസിയോ റൊമാനോ അടക്കം പറഞ്ഞു നെയ്മർ വേൾഡ് കപ്പിനുള്ള പ്രാഥമിക സ്ക്വാഡിലുണ്ട്. അടുത്ത ആഴ്ചയെ നെയ്മർ എടുക്കണോ വേണ്ടോ തീരുമാനിക്കുള്ളൂ എന്നുകൂടി ഫബ്രീസിയോ അറിയണം. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. കാരണം അടുത്ത തിങ്കളാഴ്ചയാണല്ലോ ഇപ്പോൾ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ തീരുമാനം വരേണ്ടത്. പക്ഷേ ബ്രസീലിയൻ സോഴ്സുകൾ മറ്റൊരു വാർത്ത പുറത്തുവിടുന്നുണ്ട്. നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് സ്ക്വാഡിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നൊരു പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കും എന്നുപോലും ഇപ്പോൾ ബ്രസീലിയൻ സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എസ്റ്റവായോ പരിക്കേറ്റ് പുറത്താണ്. അപ്പോൾ നമ്മളൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി നോക്കിയിരുന്നത് നെയ്മർ, എസ്റ്റവായോ ഇങ്ങനെയൊക്കെയുള്ള മാജിക്കൽ പെർഫോമൻസ് നടത്താൻ കപ്പാസിറ്റിയുള്ള താരങ്ങളെയാണ്. അതിൽ എസ്റ്റവായോ പരിക്കേറ്റ് ഇനിയിപ്പോൾ റിക്കവർ ആവില്ല വേൾഡ് കപ്പിന് മുമ്പ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ 55 മെമ്പർ ലിസ്റ്റിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരുന്നത്. ഇപ്പോൾ നെയ്മർ ജൂനിയർ ഇപ്പോൾ കുറച്ച് കളികളായിട്ട് നല്ല രൂപത്തിൽ തന്നെ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ 13 കളികൾ 2026 അദ്ദേഹത്തിൻ്റെ കളികൾ നോക്കിയാൽ 9 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സായി, 6 ഗോളും 3 അസിസ്റ്റുകളുമുണ്ട്. ഓരോ 124 മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. 6 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 36 കീ പാസുകൾ. അദ്ദേഹത്തിൻ്റെ ടീമിൽ ഏറ്റവും അധികം കീ പാസ് കൊടുത്തത് നെയ്മറാണ്. 93 ഡ്യുവൽസ് വിൻ ചെയ്തിട്ടുണ്ട്. അതായത് പെർ മാച്ച് 7.2 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്യുന്നു. പിന്നെ എതിരാളികൾ ഏറ്റവും അധികം ചവിട്ടി കൂട്ടിയ നെയ്മറയാണ്. അതായത് അവരത്രയും ഭയക്കുന്നുണ്ട് നെയ്മർ. 60 ഫൗൾസ് ഓൾറെഡി 2026 13 കളികളിൽ നിന്ന് നെയ്മർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നെയ്മർ വളരെ ഡിസിസീവായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ സാൻഡോസിന് വേണ്ടി നടത്തുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ പറയുന്നു. കൂടാതെ വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡ് ഓൾമോസ്റ്റ് ആഞ്ചലോട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. ഫൈനൽ സ്ക്വാഡ് ഓൾമോസ്റ്റ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അതനുസരിച്ച് 25 പേരും ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഒരു സ്പോട്ട് മാത്രമാണ് ആഞ്ചലോട്ടി ഫൈനലൈസ് ചെയ്യാൻ ബാക്കിയുള്ളത്. അത് ആൻഡ്രി സാൻഡോസ് അല്ലെങ്കിൽ റയാനോ, രണ്ടാലൊരാൾ ആ ഒരു പൊസിഷനിലേക്ക്. ആൻഡ്രി സാൻഡോസ്, റയാൻ ഓർ പെഡ്രോ, 3 പേര്, മൂന്നിലൊരാൾ വരും. അതായത് ചെൽസിയുടെ മിഡ്ഫീൽഡറോ, ബേൺമൗത്തിൻ്റെ ഫോർവേഡോ, ഫ്ലെമിംഗോയുടെ ഫോർവേഡോ, ഈ മൂന്നിലൊരാൾ പൊസിഷനിലേക്ക് വരാനാണ് സാധ്യത എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ നമ്മളതൊന്ന് പരിശോധിക്കും. ഇത് ഒഫീഷ്യലായിട്ടുള്ള പുറത്തുവിടലല്ല, അത് അടുത്ത തിങ്കളാഴ്ചയാണ് പുറത്തുവിടുക. അപ്പോൾ ബാക്കി 25 പേര് ആരൊക്കെയാണ് ഇപ്പോൾ ഉറപ്പിച്ചത് നോക്കിയാൽ, ഗോൾ കീപ്പർമാരായിട്ട് ലിവർപൂളിൻ്റെ ആലിസൺ, ഫെണർബാഷയുടെ എഡേഴ്സൺ, അൽ നസറിൻ്റെ ബെൻഡോ, ഡിഫൻഡേഴ്സായിട്ട് ഫ്ലെമിംഗോയുടെ ഡാനിലോ, റോമയുടെ വെസ്ലി, ഫ്ലെമിംഗോയുടെ അലക്സാൻഡ്രോ, ജെനിത്തിൻ്റെ ഡഗ്ലസ് സാൻഡോസ്, PSG-യുടെ മാർക്കിനോസ്, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മെഗല്ലസ്, യുവൻറ്റസിൻ്റെ ബ്രമർ, ഫ്ലെമിംഗോയുടെ ലിയോ പെരീര, അൽ അഹ്ലിയുടെ ഇബാനസ്. മിഡ്ഫീൽഡേഴ്സായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാസമിറോ, ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഗുയ്മാരസ്, അൽ ഇത്തിഹാദിൻ്റെ ഫാബിഞ്ഞോ, ബോട്ടോഫാഗയുടെ ഡാനിലോ, ഫ്ലെമിംഗോയുടെ ലൂക്കാസ് പക്വേറ്റ. മുന്നേറ്റ നിരയിലേക്ക് റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയർ, ബാഴ്സലോണയുടെ റാഫീഞ്ഞ, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മാർട്ടിനല്ലി, സെനിത്തിൻ്റെ ലൂയിസ് എൻറിക്കെ, ചെൽസിയുടെ ജാവോ പെഡ്രോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാത്യൂസ് കുഞ്ഞ, ലിയോണിൻ്റെ എൻറിക്ക്, ബ്രെൻഫോർഡിൻ്റെ ഇഗോർ തിയാഗോ. ഒറ്റ പൊസിഷൻ മാത്രമാണ് ബാക്കി. അത് നെയ്മർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. ഏതായാലും ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇതൊക്കെ കൺഫേംഡ് ആയിട്ട് ഒഫീഷ്യൽ സോഴ്സുകളിൽ നിന്ന് വരുന്നതല്ല. ബ്രസീലിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ സോഴ്സുകൾ നൽകുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്കൊന്ന് പരിശോധിക്കാം എന്ത് സംഭവിക്കും തിങ്കളാഴ്ചത്തെ ആ ഒരു കുളപ്പിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.